ന്യൂയോർക്ക് സിറ്റിയുടെ സിറ്റി പാസ് മേടിച്ചു കഴിഞ്ഞാൽ അത് വർത്താണോ എന്നുള്ളത്. അപ്പോൾ സിറ്റി പാസ് നമ്മൾ മേടിക്കുമ്പോൾ അത് ആക്ച്വലി വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർത്താണ്. പക്ഷേ അതിനകത്ത് കവേർഡ് ആവുന്ന പ്ലേസും നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന പ്ലേസും കൂടെ നമ്മൾ നോക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് ഒന്ന് ഈ 9/11 നമ്മൾ ആ വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ മ്യൂസിയം അതിനകത്ത് കവർ ആവുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കൊച്ചിനൊക്കെ ആയിട്ട് പോകുന്നത് കൊണ്ട് ഞാൻ ആ മ്യൂസിയത്തിനകത്തേക്ക് അധികം സമയം ചിലവഴിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം അതൊരു അത്ര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നുന്നില്ല കൊച്ചിനെ സംബന്ധിച്ച്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്യാത്തത്. രണ്ടാമതായിട്ട് ഇതിനകത്ത് നമുക്ക് കവേർഡ് ആവുന്നത് എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണ്. അപ്പോൾ അതൊരു ഒബ്സർവേഷൻ ഡെക്കാണ്. പക്ഷേ എനിക്ക് വേണ്ടിയിരുന്നത് വൺ വണ്ടർ ആണ് എന്നെ സംബന്ധിച്ച് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ ഇതിന് പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ എംപയർ സ്റ്റേറ്റും കാണണം, പിന്നെ വൺ വണ്ടർ കാണാൻ വേണ്ടി അതിന് സെപ്പറേറ്റ് പാസ് എടുക്കണം. പിന്നെ വരുന്നത് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയിലേക്കുള്ള ഐലൻഡിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഓൾറെഡി ഞാൻ പറഞ്ഞു, നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏകദേശം $25 മാത്രമാണ് അതിനായി ചിലവാകുന്നത്. അവിടെയുള്ളൊരു മ്യൂസിയം ഉണ്ട്. പക്ഷെ നമ്മളത് ഒന്നും അത്ര എൻ്റർടൈനിങ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല, എനിക്ക് മാത്രമല്ല കൊച്ചുള്ളതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്തരം കാര്യങ്ങളൊന്നും ചൂസ് ചെയ്യാത്തത്. അപ്പം അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ച് ആ ഒരു സിറ്റി പാസ് എടുക്കുന്നത് കൊണ്ട് എനിക്ക് അത്ര മെച്ചമായിട്ട് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്യാതിരുന്നത്. അപ്പം നിങ്ങൾക്ക് അത് നോക്കാം, ഓൺലൈനിലൊക്കെ ചില സമയത്ത് ഓഫറിലൊക്കെ അത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളത് വെച്ചിട്ട് നിങ്ങൾക്ക് കവേർഡ് ആവേണ്ട പ്ലേസ് അതിനകത്തുണ്ടോ, അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വർത്താണോ എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്കത് ചൂസ് ചെയ്യാവുന്നതാണ്.